ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, സന്തോഷത്തോടെ വചനം കേൾപ്പാൻ ആഗ്രഹിച്ചിരിക്കുന്ന എനിക്ക് ഏറ്റവും പ്രിയമുള്ള കർത്താവിൻ്റെ ദാസന്മാരെ, ദാസിമാരെ, പ്രിയമുള്ളവരെ, ഈ നല്ല ദിവസത്തിനായിട്ട് ഞാനും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നൊരു പ്രഭാതം കൂടി കാണാൻ കർത്താവ് അനുവദിച്ചതോർത്ത് ദൈവത്തെ പുകഴ്ത്തുന്നു. ഒപ്പം തിരുവചന കേൾവിക്ക് ആത്മാർത്ഥതയോടെ കാതോർക്കുന്ന, ശ്രദ്ധിക്കുന്ന, കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് എൻ്റെ വിനീതമായ സ്നേഹാഭിവാദനങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ നിങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു. എൻ്റെ കർത്താവും രക്ഷിതാവും വീണ്ടെടുപ്പുകാരനും ശുശ്രൂഷയ്ക്കായി എന്നെ ഉപയോഗിക്കുകയും ചെയ്യുന്നവനായ മഹാദൈവത്തിന് നന്ദിയോടെ സ്തോത്രവും സ്തുതിയും മഹത്വവും പുകഴ്ചയും കരയറ്റിക്കൊണ്ട് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പരിശുദ്ധ ദൈവം എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചിരിക്കുന്ന ദൈവിക പ്രകാശനം കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ഞാൻ വിശദമാക്കാൻ വേണ്ടി ദൈവത്തിൽ തന്നെ ചാരുന്നു. പ്രതീക്ഷയോടെ ഇരിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ഇന്നത്തെ ദൂതിനാധാരമായി വായിക്കാൻ ആഗ്രഹിക്കുന്നത് ഹഗ്ഗായി പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങളാണ്. ഹഗ്ഗായി പ്രവചനം 2-ാം അധ്യായം 7-8 വാക്യങ്ങൾ. ഞാൻ സകല ജാതികളെയും ഇളക്കും, സകല ജാതികളുടെയും മനോഹര വസ്തു വരികയും ചെയ്യും. ഞാൻ ഈ ആലയത്തെ മഹത്വപൂർണ്ണമാക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. വെള്ളി എനിക്കുള്ളത്, പൊന്നും എനിക്കുള്ളത് എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം. വെള്ളി എനിക്കുള്ളത് എന്നും പൊന്ന് എനിക്കുള്ളത് എന്നും സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ദൈവത്തിൻ്റെ ആലയം സെരുബ്ബാബേലിൻ്റെ കാലഘട്ടത്തിൽ പണിയപ്പെടുന്ന ദൈവാലയത്തെക്കുറിച്ചുള്ള പ്രവചനമാണ്. ആലയം പണിയാൻ വേണ്ടിയിട്ടുള്ള പ്രോത്സാഹന ദൂതുകളാണ് ഈ പ്രവാചകൻ, ഹഗ്ഗായി പ്രവാചകനിലൂടെ ദൈവം ആലയപ്പണിക്കാർക്ക് കൊടുക്കുന്നത്. ആലയം പണി ഇടക്കാലത്ത് ഒന്ന് ഡിമ്മായി പണിയാതെ ആളുകൾ മനസ്സ് മുരടിച്ച് മാറി നിന്നു. ആ കാലഘട്ടത്തിൽ ആലയം പണിയണം എന്നുള്ള പ്രേരണ ദൈവത്തിൻ്റെ പക്ഷത്ത് നിന്ന് പ്രവചന ദൂതുകളായി ഈ ഉത്തരവാദിത്തപ്പെട്ടവരുടെ കാതുകളിൽ ദൈവമായ കർത്താവ് എത്തിച്ചു. ഞാനൊരു ദൂത് പറയട്ടെ. പ്രവാചകന്മാർക്കും പ്രവചനത്തിനും ഭയങ്കര സാധ്യതയുണ്ട്. ദൈവത്തിൻ്റെ ശുശ്രൂഷകയിൽ, ദൈവിക പദ്ധതിയിൽ പ്രവചനങ്ങൾ പ്രോത്സാഹനങ്ങൾ നൽകുന്നതാണ്. 2 തരത്തിലെ പ്രവചനങ്ങൾ തിരുവെഴുത്തിൽ കാണാം. മുന്നറിയിപ്പും ന്യായവിധിയും ഒക്കെ അരുളി ചെയ്യുന്നത്. ഒപ്പം പ്രവചനങ്ങൾ പ്രോത്സാഹനം നൽകുന്നതാണ്. ഈ പ്രവാചകൻ്റെ പണി മനസ്സ് മുരടിച്ചു പോയ പണിക്കാരെ പ്രവചനം കൊണ്ട് പ്രോത്സാഹിപ്പിക്കുക. അങ്ങനെ പ്രോത്സാഹിപ്പിച്ചു വരുമ്പോൾ ഈ വായിച്ച വാക്യം, അഥവാ 2-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങളിൽ ആലയത്തോട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്: ഞാൻ ഈ ആലയത്തെ മഹത്വപൂർണ്ണമാക്കും. ഈ പ്രവചനത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ കാട്ടിൽ പോയി മരം കൊണ്ടുവന്ന് നിങ്ങൾ ആലയം പണിയേ. ദൈവം പറയുന്നത്, നിങ്ങൾ ആലയം പണിയേ. ആലയം പണി കഴിയുമ്പോൾ അതിനെ മഹത്വപൂർണ്ണമാക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഞാൻ ആ വാക്കുകളൊന്ന് കോർത്തിണക്കി പറയുന്നത് ശ്രദ്ധിച്ചേക്കണേ. 1:8 ദൈവം പ്രവാചകനിൽ കൂടെ ആഹ്വാനം ചെയ്യുക. ഇച്ചിരി മെനക്കേടാണ് മക്കളെ. കാട്ടിൽ പോകണം, തടി വെട്ടണം, അത് ചുമ്മിക്കൊണ്ട് വരണം, അറുക്കണം, ചിന്തേറിടണം, അളവിന് മുറിക്കണം, ഒട്ടോടിയും ഉളിയും ഒക്കെ ഉപയോഗിച്ച് ആലയം പണിക്ക് വേണ്ടി കഴുക്കോലും ഇതൊക്കെ ഉണ്ടാക്കി ഇത് മെനക്കെട്ട് കയറ്റണം. ഇച്ചിരി ബുദ്ധിമുട്ടാണ്, മെനക്കെടാതെ പറ്റില്ല. നിങ്ങൾ ആലയം പണിയുക. നിങ്ങൾ പണിത് കഴിയുമ്പോൾ ഈ ആലയത്തെ മഹത്വപൂർണ്ണമാക്കാൻ, ആ വാക്ക് കേട്ടെ, നിങ്ങൾ പണിത് കഴിയുമ്പോൾ ഇതിനെ അതിഗംഭീരമാക്കാൻ, പ്രൗഢമാക്കാൻ, മറ്റുള്ളവരുടെ നടുവിൽ ഇതൊരു സംഭവമാക്കാൻ, അത് ഞാൻ ഏറ്റു. ഞാനാ പറയുന്നത് നിങ്ങൾക്കൊന്ന് ദൂതായിട്ട് ഏറ്റെടുക്കാമോ? കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവമായ കർത്താവ് നിന്നോട് പറയുന്നു, ആലയം പണിയുന്ന കാര്യം അന്നത്തെ കാര്യം. നീ പഠിക്കുന്നൊരു വിദ്യാർത്ഥിയാണോ? മോനെ, ഉറക്കളച്ചിരുന്ന് പഠിക്കുക. നീ കഷ്ടപ്പെട്ട് പഠിക്കുക, ഉഴപ്പാതിരിക്കുക. നീ പഠിക്കുകയാണെങ്കിൽ നിന്നെ മഹത്വപൂർണ്ണമാക്കുന്ന കാര്യം ദൈവം ഏറ്റു. എൻ്റെ പൊന്നു സഹോദരൻ, നിങ്ങളൊരു ശുശ്രൂഷകനാണോ? നീ രാത്രി ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിലിരുന്ന് ധ്യാനിച്ച് പ്രാർത്ഥിച്ച് അടുത്ത ദിവസം ദൈവജനത്തിന് കൊടുക്കേണ്ട ദൂതൊരുക്ക്. കഷ്ടപ്പെട്. വിറക് വെട്ടിക്കീറുന്നത് പോലെ തിരുവചനമെടുത്ത് വെട്ടിക്കീറി അടുക്കി നിൻ്റെ ഹൃദയത്തിനകത്ത് വയ്ക്കേ. നീ ശുശ്രൂഷിക്കുന്ന പ്ലാറ്റ്ഫോമിൽ അത് മഹത്വപൂർണ്ണമാക്കുന്ന കാര്യം അത് ദൈവം തമ്പരാൻ ഏറ്റുന്നു. ഇത് നേരം വെളുത്ത് 8 മണി വരെ കിടന്ന് ഉറങ്ങിയിട്ട് പെട്ടെന്ന് കുപ്പായം തേക്കാതെ ഇട്ടുകൊണ്ട് ഓടിയിട്ട് കർത്താവ് പ്രവർത്തിക്കുമെന്ന് പറഞ്ഞാൽ നടക്കില്ല.
നീ പുറകിൽ അധ്വാനിക്ക്. കാട്ടിൽ കയറി തടി വെട്ടി തടി കീറി പുറത്തു കൊണ്ടുവരുന്നത് പോലെ നീ മെനക്കെട്ട് പണിയുന്നവനെ മഹത്വപൂർണ്ണമാക്കാൻ ദൈവം വിശ്വസ്തനാണ്. നീ നിൻ്റെ ജീവിതത്തിന് വേണ്ടിയിട്ടൊരു വരുമാനത്തിന് വേണ്ടി നീ ഒരു ചെറിയ തൊഴിൽ ഉള്ള കാശ് കൊണ്ടങ്ങ് തുടങ്ങ്. ദൈവത്തിൽ ആശ്രയിച്ച് നീ അങ്ങ് തുടങ്ങ്. വല്ലവരെയും പറ്റിച്ച് ജീവിക്കുന്ന പരിപാടി അവസാനിപ്പിക്കുക. അങ്ങനെ തന്നെ പറയുക. നീ അങ്ങ് തുടങ്ങ്. നീ ജീവിതത്തിലൊരു ചെറിയ പദ്ധതി കഠിനാധ്വാനത്തോടെ തുടങ്ങുവാണെങ്കിൽ മഹത്വപൂർണ്ണമാക്കുന്ന കാര്യം ഞാൻ ഏറ്റു. നിങ്ങൾക്ക് വിശ്വസിക്കാമോ? ഒന്നും ചെയ്യാത്തവനെ മഹത്വപൂർണ്ണനാക്കാൻ ദൈവത്തിന് മനസ്സില്ലെന്ന് ഞാൻ ദൈവത്തിന് വേണ്ടി പറയും. തിരിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ഉള്ളതുകൊണ്ട് കഷ്ടപ്പെട്ട് മനോഹരമാക്കാൻ ശ്രമിച്ചാൽ അതിനെ മഹത്വപൂർണ്ണമാക്കാൻ എന്നും ഞാനീ പറയുന്ന ദൈവം നിൻ്റെ കൂടെ കാണും. തുടങ്ങ്. ജീവിതത്തിൻ്റെ പദ്ധതികൾ ആരംഭിക്കുക. ജനുവരി മാസം തീരാൻ പോവല്ലേ. മനസ്സിൽ കൊണ്ടു നടക്കുന്ന പല പരിപാടികളും ഉള്ളതുകൊണ്ട് അങ്ങ് ഇറങ്ങിത്തിരിക്കുക. നീ തടി വെട്ടാൻ ഇറങ്ങുന്നവനെ പോലെ ദൈവിക പദ്ധതിക്ക് വേണ്ടി ഇറങ്ങുക. നീ ചെയ്യുന്ന കാര്യത്തെ മഹത്വപൂർണ്ണമാക്കാൻ അതിവിടെ ആർക്കും കഴിയില്ല. അത് ദൈവത്തെ കൊണ്ടേ കഴിയൂ. പണിയാൻ നമുക്ക് പറ്റും. സർക്കാരിൽ നിന്ന് ഒരു അനുവാദം സംഘടിപ്പിക്കാൻ പറ്റും. 4 തടി വെട്ടിക്കീറി അത് ചിന്തേറിട്ട് ഉളിയും കൊട്ടോടി ഉപയോഗിച്ച് തുളച്ചും കിഴിച്ചും പണി ചെയ്യാൻ പറ്റും. പണിത് വെച്ച സാധനത്തെ മഹത്വപൂർണ്ണമാക്കാൻ സ്വർഗത്തിനേ പറ്റുള്ളൂ. അടുക്കള ജീവനക്കാരിയാണെങ്കിൽ പോലും ഞാൻ പറയാം, നീ ചെയ്യുന്ന പ്രവൃത്തിയെ, നീ ഉണ്ടാക്കുന്ന ആഹാരത്തെ മഹത്വപൂർണ്ണമാക്കാൻ ദൈവത്തെ കൊണ്ട് പറ്റും. അത് ഈ ചിന്തയിലെ ഒന്നാം ഭാഗമേ. ചുമ്മാ മഹത്വപൂർണ്ണമാക്കാം എന്ന് പറഞ്ഞ് നിൽക്കുകയല്ല. അങ്ങനെയായിരുന്നെങ്കിൽ ഞാൻ 7-ാം വാക്യം മാത്രം വായിച്ചേനെ. എന്തിനാ 8-ാം വാക്യം കൂടി വായിച്ചേ? അവിടെ ഒരു പ്രോമിസ് ദൈവം കൊടുക്കുക. എന്താ പ്രോമിസ്? ദൈവം പറയുക, വെള്ളി എനിക്കുള്ളത്, പൊന്ന് എനിക്കുള്ളത്. വെള്ളിയും പൊന്നെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? അന്നത്തെ സാമ്പത്തിക സ്റ്റാറ്റസാണ്. ഇന്ന് കറൻസിയാണ്. ഇപ്പോൾ കറൻസി പോലും പിൻവലിക്കുകയാണ്. എല്ലാം എന്താ പറയുക, കാർഡ് സിസ്റ്റം ആക്കിയല്ലോ. അന്ന് ക്രയവിക്രയം നടത്തുന്നത് വെള്ളിയും പൊന്നും കൊണ്ടാണ്. വെള്ളി നാണയങ്ങൾ, പൊന്നാണയങ്ങൾ. ഇപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന വെള്ളിയും പൊന്നെന്ന് പറയുന്നത് എന്തെങ്കിലും ആടയാഭരണങ്ങളെക്കുറിച്ചല്ല. മൂല്യം എന്തും മഹത്വപൂർണ്ണമാക്കുന്നതിന് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അതിന് പണം ചെലവഴിക്കണം. ഇപ്പോൾ നമുക്ക് എന്തൊരു ഫങ്ഷൻ ആണെങ്കിലും പണം ഉണ്ടെങ്കിൽ അത് മനോഹരമാക്കാം. ഒരു വീട്, നമ്മുടെ ആകപ്പാടെ 7 ലക്ഷം രൂപയേ ഉള്ളൂ. 7 ലക്ഷം രൂപ കൊണ്ട് ഒരു വീട് പണിയാൻ പറഞ്ഞാൽ ഒത്തിരി ഞെരുക്കം വരും. ഒരു മുറി, ഒരു അടുക്കള, ഒരു തിണ്ണ, കഷ്ടി, അത്രയൊക്കെ വരുള്ളൂ. വെൽ ഫർണിഷ്ഡൊന്നും ആയിരിക്കുകയില്ല. പക്ഷേ ഒരു 50 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കുറച്ചുകൂടെ മഹത്വപൂർണ്ണമാക്കാം. അപ്പോൾ ദൈവം പറയുന്നു, ദൈവമായതുകൊണ്ട് മഹത്വപൂർണ്ണമാക്കാം. അതിൻ്റെ മൂല്യം ദൈവത്തിൻ്റെ ഉണ്ടെന്നല്ലേ ദൈവം പറയുന്നത്. ഇടാ, നീ പേടിക്കണ്ട. നിൻ്റെ കയ്യിൽ ഒരുപാട് നന്മയൊന്നും കാണില്ല. പക്ഷേ എനിക്കുള്ളതാണ് പൊന്നും വെള്ളിയും എനിക്കുള്ളത് എന്ന് പറയുന്നതിനകത്ത് ഒരർത്ഥം കൂടിയുണ്ട്. ഈ ലോകത്തിൽ ആരുടെ കയ്യിലിരിക്കുന്നതാണെങ്കിലും അത് മുഴുവൻ ദൈവത്തിൻ്റെയാണ്. ഞാൻ ചില പേരുകൾ പറഞ്ഞാൽ അത് പിന്നെ ഫോക്കസ് ചെയ്യുന്നുള്ള ചിന്ത വരുത്തരുത്. പക്ഷേ ഈ ഇന്ത്യയിലെ സമ്പന്നന്മാരുടെ പേരെന്നോർത്തേ, നിങ്ങൾക്കറിയാവുന്ന അവരുടെ കയ്യിലൊക്കെ വിലമതിക്കാനാകാത്ത കോടിക്കണക്കിന് രൂപ ഇരിക്കുന്നുണ്ട്. അതൊക്കെ ആരുടെ കയ്യിലിരുന്നാലും ഈ ദൈവം പറയുന്നു, ഇതെല്ലാം എൻ്റെയാണ്. ഞാൻ പിന്നെ ചിലരെ കസ്റ്റോഡിയനായിട്ട് ഏൽപ്പിച്ചിരിക്കുക, അവരുടെ ഏൽപ്പിച്ചിരിക്കുക, സൂക്ഷിച്ചോളാൻ. ബിനാമി എന്ന് പറയില്ലേ, അതുപോലെ അവർ, ബിനാമി എന്ന് പറയാമോ എന്ന് എനിക്കറിയില്ല, അവരെ ഏൽപ്പിച്ചിരിക്കുക. സംഭവം മുഴുവൻ എൻ്റെയാണ്. ഈ പ്രപഞ്ചത്തിലെ സകല സമ്പത്തും അത് മുഴുവൻ എൻ്റെയാണ്. സ്വർണവും വെള്ളിയും ഇതെല്ലാം അതാണല്ലോ. ഇപ്പം ഇവിടെ ഒരു 1000-ൻ്റെ നോട്ട് അല്ലെങ്കിൽ 2000-ൻ്റെ നോട്ട് പ്രിൻ്റ് ചെയ്ത് പുറത്തിറക്കുമ്പോൾ, 500-ൻ്റെ നോട്ട് പ്രിൻ്റ് ചെയ്ത് പുറത്തിറക്കുമ്പോൾ അതിന് തക്കവണ്ണം റിസർവ് ബാങ്കിൽ എൻ്റെ മൂല്യം കെട്ടിവെക്കുന്ന സ്വർണം അതെൻ്റെയാണ്. ഈ ഭൂമിയിൽ നിന്ന് എടുത്തതാണ്. നീ നോട്ടടിച്ച കടലാസ്, അതിൻ്റെ റോ മെറ്റീരിയൽ എൻ്റെയാണ്. നീ മഷി ഉണ്ടാക്കിയ സാധനം അതെൻ്റെയാണ്. ഞാൻ സൃഷ്ടിച്ചിട്ടിരിക്കുന്ന സാധനത്തിൽ നിന്നാണ് നീ എല്ലാം ഉണ്ടാക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അത് മുഴുവൻ എൻ്റെയാ, ദൈവത്തിൻ്റെയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പുരാതന സമ്പത്തിൻ്റെ ഉടയവൻ നിൻ്റെ അപ്പനായിരിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിലെ സകല വെള്ളിയും പൊന്നും എനിക്കുള്ളത്, അത് ആരുടെ കയ്യിലിരുന്നാലും എനിക്കുള്ളത് എന്നതാണ് അതിൻ്റെ വ്യവസ്ഥ. ദൈവത്തിനുള്ളതാണ് സമ്പത്ത്. മഹത്വപൂർണ്ണമാക്കാനുള്ളതെല്ലാം ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. നീ പേടിക്കണ്ട.
അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയാം, ഈ ദൈവത്തെ നിനക്ക് സ്വന്തമായി കിട്ടിയാൽ ആ ദൈവത്തിൻ്റേതാണ് ഇതെല്ലാം. അപ്പം അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിൻ്റെ ജീവിതം മഹത്വപൂർണ്ണമാകുമോ? നിൻ്റെ കുഞ്ഞുങ്ങൾ മഹത്വപൂർണ്ണമാകുക എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ പ്രതാപത്തിൻ്റെ അത്യുച്ച കോടിയിൽ. മോളെ, പഠിക്കാൻ പോയ ഇന്ന് പിള്ളേരുടെയൊക്കെ പരീക്ഷയൊക്കെ തുടങ്ങുമെന്ന് പറഞ്ഞ് ഒത്തിരി പേര് പ്രാർത്ഥനാ വിഷയം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളെ, അമ്മമാരെ ഒന്ന് കേൾപ്പിക്കണേ. എന്നിട്ട് അവരോടൊന്ന് ചോദിച്ചേ, കൊച്ചേ, നീ മഹത്വപൂർണ്ണമാകുമോ? എങ്ങനെ? നിൻ്റെ ബുദ്ധി കൊണ്ടോ നിൻ്റെ കഴിവുകൊണ്ടല്ല. ഈ വേദപുസ്തകം പഠിപ്പിക്കുന്ന ദൈവം, നിന്നെ സൃഷ്ടിച്ച ദൈവം, നിൻ്റെ മാതാപിതാക്കൾക്ക് നിന്നെ കൊടുത്ത ദൈവം, ആ ദൈവം നിന്നെ മഹത്വപൂർണ്ണമാക്കാൻ കഴിവുള്ളവനാ. അതിൻ്റെ കംപ്ലീറ്റ് റോ മെറ്റീരിയലും നിന്നെ പൊതിഞ്ഞ് മാനിച്ച് പുറത്തു കൊണ്ടുവരാനുള്ള സകലതും അവൻ്റെ കയ്യിലുണ്ട്. വെള്ളിയും പൊന്നും എനിക്കുള്ളതാണ്. നീ തടി വെട്ടി പണിയ്, അതിനെ പൊന്നുകൊണ്ട് പൊതിയാനുള്ളത് ഞാൻ ഏറ്റു. ഞാൻ അവസാനിപ്പിക്കട്ടെ. പൊന്നെൻ്റെ കയ്യിലില്ല, വെള്ളി എൻ്റെ കയ്യിലില്ല. ഞാൻ അധ്വാനിക്കാം. കൈ നനയാതെ മീൻ പിടിക്കാനിരിക്കരുത്. ഞാൻ അധ്വാനിക്കാം, ഞാൻ തടി വെട്ടാം, ഞാനത് കീറിയെടുക്കാം, ഞാനത് ചിന്തേറിടാം, ആലയത്തിന് വേണ്ടി അളവിന് മുറിക്കാം. ഇതിന് പൊന്നു പൊതിയുന്നത് എൻ്റെ കയ്യിലില്ല, അത് ദൈവത്തിൻ്റെ അല്ല. അതാണ് അതിൻ്റെ മഹത്വം. ഞാൻ അവസാനിപ്പിക്കുക കേട്ടോ. ദൈവത്തെ വിശ്വസിക്കണേ. മഹത്വപൂർണ്ണമാക്കാൻ ഒരു എഞ്ചിനീയറെ കൊണ്ടും ഒരു ആർക്കിടെക്റ്റിനെ കൊണ്ടും പറ്റില്ല, ഒരു കോൺട്രാക്ടറെ കൊണ്ടും ഒരു പണിക്കാരനെ കൊണ്ടും പറ്റില്ല. പക്ഷെ നമുക്ക് പണിയാം. അതിനെ മഹത്വപൂർണ്ണമാക്കുന്ന ദൈവമാണ്. നിൻ്റെ കുടുംബത്തെ, നിൻ്റെ വരുമാനത്തെ, നിൻ്റെ ബിസിനസ്സിനെ, നീ ചെയ്യുന്ന തൊഴിലിനെ, നിൻ്റെ സ്ഥാപനത്തെ, നിന്നെ, നിൻ്റെ ശുശ്രൂഷയെ എൻ്റെ ദൈവം മഹത്വപൂർണ്ണമാക്കട്ടെ. ഒന്നോടെ പറയാം, വെള്ളി എനിക്കുള്ളത്, പൊന്നെനിക്കുള്ളത് ഞാൻ മഹത്വപൂർണ്ണമാക്കും. പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, എൻ്റെ ദൈവം പറഞ്ഞ ആഹ്വാനം ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ കാട്ടിൽ കയറി തടി വെട്ടിയാൽ, അത് പുറത്തെടുത്താൽ, അത് കീറി പണി തുടങ്ങിയാൽ അതിനെ മഹത്വപൂർണ്ണമാക്കാൻ അങ്ങ് തയ്യാറാണെന്നുള്ള വാക്ക് ഞങ്ങൾ കേട്ടു. അങ്ങയുടെ കയ്യിൽ പൊന്നും വെള്ളിയും ഉണ്ടെന്നുള്ള ഉറപ്പ് ഞങ്ങൾക്ക് കിട്ടി. പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കണം. ഇത് ജനത്തിന് ഫലിക്കണം. വിശ്വസിക്കുന്നവർക്ക് അത് അനുഭവിക്കാൻ പറ്റണം. കർത്താവ് ചെയ്യണം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണേ സ്വർഗീയ പിതാവേ. ആമേൻ.